ട്രെയിനിങ് ഉള്ള കുതിരയാണെങ്കിൽ ആളെ താഴെ ചാടിക്കില്ല. അങ്ങനല്ല, അത് കുതിരയുടെ പുറത്ത് ആരായാലും വീഴും. ഇവൻ ഞാനാണെങ്കിലും, ഞാൻ വലിയ സംഭവമായിട്ടല്ല, ഞാനാണെങ്കിലും വീഴും. അടി തെറ്റി ആന വീഴും എന്ന് പറഞ്ഞ പോലെ തന്നെ ആരായാലും വീഴും. എല്ലാവരും തന്നെ റൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പർ വേല എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓൾമോസ്റ്റ് ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയില്ല. നമ്മളിപ്പോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഞാൻ പഠിപ്പിക്കണ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഈ കാണുന്ന കുതിരനെ ഒരു തേർഡ് പേഴ്സൺ അറിയാതെ, ഞാനും കുതിര അല്ലാതെ തേർഡ് പേഴ്സൺ അറിയാതെ ആ കുതിരനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാണ്. അപ്പൊ നിങ്ങളെടുത്തുനിന്ന്, നിങ്ങളിപ്പോ ഒരു റൈഡറാണ്, കുതിര റൈഡ് ചെയ്യുന്ന ആളാണ്. കുതിരനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അവിടുന്ന് യൂട്ടേൺ ചെയ്ത് തിരിച്ച് നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാം. ഇതിന്റെ ഇടയിൽ എന്റെ ഈ ഒരു പോസ്റ്റർ, ഞാനിപ്പോ റൈഡിങ് പോസ്റ്ററിലാണ് ഇരിക്കുന്നത്, ഈ ഒരു പോസ്റ്ററിലോ ഞാൻ പിടിച്ചുള്ള കയ്യിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോന്ന്. ഫോഴ്സിന് കേരളത്തില് ആംബുലൻസ് ഇറക്കിയത് നിങ്ങളല്ലേ? പുറം സ്ഥലത്തെ സ്റ്റേറ്റ് രജിസ്റ്റർ ആയിട്ടുള്ള ആംബുലൻസുകൾ കേരളത്തിൽ വന്നെങ്കിലും കേരളത്തിൽ ഈ രീതിക്ക് സെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഞാനാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേര് എങ്ങനെ വന്നു? അത് എന്റെ പേര് അൻവർ എന്നാണ്. എന്റെ വിളിപ്പേര് നിക്നെയിം ആണ് ആംബ്രൂ എന്നുള്ളത്. അപ്പൊ ആംബ്രൂസ് ഹോഴ്സസ്, അൻവറിന്റെ കുതിരകൾ എന്നുള്ളതാണ്. അക്കാദമി രീതിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6-7 വർഷം, ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10 വർഷം.